Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും ലീക്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ നേരുകയാണ്. എല്ലാവർക്കും ഒരു അടിപൊളി ഈസ്റ്റർ ആവട്ടെ. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഗ്രോ ചെയ്യുന്ന ആപ്പിൾ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക, ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറുക. അവിടെ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ WWDC 2023 ആ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ തൊട്ട് ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എന്തായിരിക്കും പുതിയ iOSൽ, എന്തായിരിക്കും പുതിയ WatchOSൽ എന്നീ പറയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളുടെ ലീക്സ് അനുസരിച്ച് WatchOS 10ൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ നല്ലൊരു വാച്ച് ഫേസ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു യൂസർ എക്സ്പീരിയൻസ് തരാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ അടുത്ത ന്യൂസ് നോക്കുമ്പോഴും ഈ പറയുന്ന iOS 17ൽ നമുക്ക് ഒരു അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഒരു റീഡിസൈൻഡ് ആയുള്ള ഒരു കൺട്രോൾ സെൻറ്ററും ലഭിക്കുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഈ പറഞ്ഞ iOSൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ WatchOSൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സിനുണ്ടാകുന്ന ടെൻഷനാണ്, നമ്മുടെ ഡിവൈസ് സപ്പോർട്ടാകുമോ, ഇപ്പോൾ എൻ്റെ വാച്ച് സപ്പോർട്ടാകുമോ, നിൻ്റെ വാച്ച് സപ്പോർട്ടാകുമോ എന്നുള്ള എല്ലാവർക്കുള്ള ഡൗട്ടാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് iOS 17 നമുക്ക് iPhone 8 വരെയുള്ള ഡിവൈസിന് കിട്ടില്ല, iPhone 10 മുതൽ ലഭിക്കും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. പക്ഷേ വേറൊരു ഭാഗം ആൾക്കാരും പറയുന്നുണ്ട് iPhone 10 മിക്കവാറും 5 years ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ iPhone 10 ആ ലിസ്റ്റിൽ നിന്ന് കട്ടായിട്ട് iPhone 11 മുതലായിരിക്കും iOS 17 നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിവൈസിനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരിക്കലും iPhone 10 ഉള്ള യൂസേഴ്സ് ഔട്ട്ഡേറ്റഡ് ആയി അല്ലെങ്കിൽ OS കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഫോൺ കൊടുക്കരുത്. കാരണം അതൊരു ഹിസ്റ്റോറിക്കൽ ഫോണാണ്. ആ ഇരിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാലേ ഒരു വണ്ടർഫുൾ പീസ് ഓഫ് ടെക്നോളജിയാണ്. കാരണം ഐഫോൺ ഹിസ്റ്ററിയിൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ വന്ന ആദ്യത്തെ ഡിസ്പ്ലേ ആണ്, ആദ്യത്തെ ഡിവൈസാണ് ആ ഇരിക്കുന്ന iPhone 10 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ iPhone 10 യൂസേഴ്സ് ഒരു കാരണവശാലും ആ ഫോൺ കൊടുക്കരുത്. സച്ച് എ ലെജൻഡറിക്കൽ പീസ്. പിന്നീട് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എയർപോഡ്സിൻ്റെ ഒരു റെൻഡർ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ പറയുന്ന റെൻഡറിൻ്റെ ഒരു പേറ്റൻ്റ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും ആപ്പിൾ അങ്ങനത്തെ ഒരു മോഡലിൽ ഇറക്കുന്നു. കാരണം ഇറക്കിയാൽ അടിപൊളിയാകും. കാരണം ഞാൻ രണ്ട് കാരണം പറഞ്ഞാൽ, ഒന്നാമത്തത് അത് ഗോഡ് ഡാം എക്സ്പെൻസീവ് ആയിരിക്കും, നല്ല വിലയായിരിക്കും. ഇപ്പോൾ തന്നെ ഇറങ്ങുന്ന എയർപോഡ്സിന് നല്ല വിലയുണ്ട്. പക്ഷേ ഇൻഡസ്ട്രി ആയ ആ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ എയർപോഡാണ് നമുക്ക് ഇനി വരുന്ന ഇയറിൽ റിലീസാകാൻ പോകുന്നതെങ്കിൽ അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അതേപോലെ നല്ല ടെക്നോളജി ആയിരിക്കും. നമുക്ക് ഫോണൊന്നും വേണ്ട. ഇപ്പോൾ നമ്മുടെ വാച്ച് ഇല്ലാത്ത കൂട്ടുകാർക്ക് തന്നെ ഈ പറഞ്ഞ കേസിൽ നമുക്ക് പാട്ടുകൾ മാറ്റാനൊക്കെ പറ്റും. പക്ഷേ അത് എത്രത്തോളം അല്ലെങ്കിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കണതിനെക്കാട്ടും കഷ്ടമാണ് എയർപോഡ്സ് എടുക്കുക, കുത്തുക. അത് കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഈ പറഞ്ഞ കേസിൽ വരും. പക്ഷേ ഡിസൈൻ വൈസ് കൊള്ളാം, എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ കുറച്ചധികം ടെക്നോളജിപരമായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ടി വരും. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യൻസിനും കുറച്ചും കൂടി അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ, ഓതറൈസ്ഡ് അല്ല, ഒഫീഷ്യൽ സ്റ്റോർ നമ്മുടെ മുംബൈയിൽ വരാൻ പോവുകയാണ്. ഈ ഏപ്രിലിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. BKC എന്നാണ് ആ ഒരു ഷോറൂമിനെ അല്ലെങ്കിൽ ആ ഒരു ആപ്പിൾ സ്റ്റോറിനെ അറിയാൻ പോകുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറിനെ ബേസ് ആയിട്ടുള്ള ഒഫീഷ്യൽ വാൾപേപ്പർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ആ ഒരു വാൾപേപ്പറാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു വാൾപേപ്പർ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിലും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ iPhone 15 പ്രോവിനെ പറ്റിയൊക്കെ കുറേയധികം ലീക്കുകൾ വരുന്നുണ്ട്. അതിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ ക്യാമറ ബമ്പ് വലുതായിരിക്കും. പിന്നീട് ആ പറഞ്ഞ നമ്മുടെ ഈ വോളിയം റിങ്ങും സൈലൻറ്റും ആക്കാനുള്ള ബട്ടൺ സോളിഡ് ആയിരിക്കും, C ടൈപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ iPhone 15 നോൺ പ്രോ സീരീസിൽ ഇപ്പോഴും 120 Hz വരില്ല.
അത് വരണമെങ്കിൽ 2027 ആപ്പിൾ നോൺ പ്രോ സീരീസിൽ 120 ഹെഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കുറച്ചധികം സമയമെടുക്കും ഈ പറഞ്ഞ നോൺ പ്രോ സീരീസിൽ 120 ഹെഡ്സ് വരാൻ. ഒന്നെങ്കിൽ 60 ഹെഡ്സ് തന്നെ വെക്കും, അല്ലെങ്കിൽ 90 ഹെഡ്സ് വെക്കും. 90 ഹെഡ്സ് വെച്ചില്ലെങ്കിലും 60 ഹെഡ്സ് തന്നെ നിൽക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. പക്ഷേ ഒരു ഐഫോൺ യൂസേഴ്സ് അല്ലെങ്കിൽ ഐഫോൺ യൂസർ 60 ഹെഡ്സും 120 ഹെഡ്സും ഭയങ്കര ഡിഫറൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഗെയിമിംഗ് കളിക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെതർ ആപ്പ് കഴിഞ്ഞൊരു ദിവസങ്ങളിലൊക്കെ ആയിട്ട് നല്ല ഡൗൺ ആയിരുന്നു. അത് പല റീജിയനിലായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായത്. നമ്മുടെ ഇന്ത്യയിൽ എനിക്കൊക്കെ ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തു. പക്ഷേ ചില സ്ഥലത്തുള്ള ആൾക്കാർക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തില്ല. അത് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിളിൻ്റെ iOS 16.4.1 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു OS കൂടുതലും കൊണ്ടുവന്നതിന് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബഗ് ഫിക്സ് ആണ്. ആ ഒരു ബഗ് ഫിക്സിൻ്റെയും കുറേയധികം മാറ്റങ്ങളല്ല ആ ഒരു ബഗ് ഫിക്സിൻ്റെ കുറേ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഒരു ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ iOS 16.4.1 എന്ന് ഒരു OSന് പേര് ഇടുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് iOS 16.5, 16.6, 16.4 എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് iOS 16.4.1, iOS 16.4.2 എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഡെസിബിൾ കഴിഞ്ഞിട്ട് ഒരു നമ്പർ വന്നു. അതായത് iOS 16.4 വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് കൊണ്ടിട്ട് വേറൊരു നമ്പർ വരികയാണെങ്കിൽ അതിൽ ആക്ച്വലി ആപ്പിൾ ഒരു ഫീച്ചർ ആയിരിക്കില്ല കൊണ്ടുവരാൻ നോക്കുന്നത്. എന്തെങ്കിലും വന്നിരിക്കുന്ന ബഗ് റിസോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഈ പറയുന്ന iOS 16.4.1 എന്ന് പറയുന്നതും. ഇവൻ ദോ iOS 16.5.1 എന്ന് പറഞ്ഞാലും ഈ iOS 16.5 റിലീസ് ചെയ്തിട്ട് എന്തെങ്കിലും ബഗ് വരികയാണെങ്കിൽ ആ ഒരു ബഗ്ഗിനെ കൊല്ലാനായിട്ടാണ് ആ ഒരു 0.1 എന്ന് പറഞ്ഞാൽ OS റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആപ്പിൾ യൂസേഴ്സും ഈ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം കുറച്ചധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ 0.1, 0.2 അല്ലെങ്കിൽ iOS 16.4.1 എന്നീ പറഞ്ഞ പേരിൽ OS റിലീസ് ചെയ്യുന്നത് ചോദിച്ചായിരുന്നു. അവർക്കാണ് ഈ ഒരു ഉത്തരം. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇത് പോയോണ്ടല്ല, അത്രയും പ്രൊഡക്റ്റുകൾ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സങ്കടം വരും. അതെന്താ വെച്ചാൽ അമേരിക്കയിൽ വാഷിങ്ടണിൽ ആപ്പിളിൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റോറുണ്ട്. ഈ ഒരു സ്റ്റോറിൽ കുറേ കള്ളന്മാർ കയറി നൈസായിട്ട് അവിടുത്തെ എല്ലാ പ്രൊഡക്റ്റും കൂടെ കട്ടോണ്ടും പോയി. ഏകദേശം $500 വില വരുന്ന പ്രൊഡക്ട്സുകളാണ് പോയത്. അതിൽ 453 ഐഫോൺ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം അവർക്ക് നല്ല രീതിക്കുള്ള ഫണ്ടുകളും കാര്യങ്ങളും അത് മറച്ച് വിറ്റാൽ തന്നെ കിട്ടും. ഈ പറഞ്ഞ 500K എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒരു MRP അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ആയിരിക്കും. പക്ഷെ അത് വിറ്റ് തന്നെ അത്രയും എമൗണ്ട് കിട്ടിയില്ലെങ്കിലും അവർക്ക് ലാവിഷായിട്ട് അടിച്ചു പിടിക്കേണ്ട കാശുണ്ടാവും. അങ്ങനെ അത്രയും ഐഫോൺ പോയാലാണ് സങ്കടം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും ഐഫോൺ പോയല്ലോ. എത്രയോ പേര് ഐഫോണിലാണ് സങ്കടപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിളിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെട്ട കാര്യം. ഈ ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതേപോലെ പുതിയ കുറേ ന്യൂസുകളും കാര്യങ്ങളും അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഏതെങ്കിലും കാര്യങ്ങളിൽ മിസ്സായി പോയാലും അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.